നമസ്കാരം, നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയുടെ സന്ദർശനം. കുന്നംകുളത്ത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും മോദിയുടെ സന്ദർശന ദിവസമായ തിങ്കളാഴ്ച രാവിലെ 6 മണി മുതൽ വൈകിട്ട് വരെയുമാണ് നിയന്ത്രണം. തൃശൂരിൽ നിന്നും ഗുരുവായൂർ, ചാവക്കാട് എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾ കേച്ചേരി, ആളൂർ, മറ്റം, നമ്പഴിക്കാട്, എളവള്ളി, ചിറ്റാട്ടുകര, പോൾമാസ്റ്റർ പടി, പാലാ ബസാർ, ബ്രഹ്മകുളം, ചൊവ്വല്ലൂർ പടി തിരിവ് വഴി ഗുരുവായൂരിലേക്കും ചാവക്കാട്ടേക്കും പോകണം. ഗുരുവായൂരിൽ നിന്നും ചാവക്കാട് നിന്നും തൃശൂരിലേക്ക് പോകേണ്ട വാഹനങ്ങൾ പഞ്ചാരമുക്ക്, മാമാ ബസാർ, പാവർട്ടി ജംഗ്ഷൻ, പാങ്ങ്, പെരുവല്ലൂർ, പറപ്പൂർ, അമല ആശുപത്രി, പോൾമാസ്റ്റർ പടി, പാവർട്ടി, പറപ്പൂർ, ചിറ്റിലപ്പിള്ളി, അമല നഗർ വഴി പോകണം. തൃശൂരിൽ നിന്നും കോഴിക്കോട്, പാലക്കാട്ടേക്ക് പോകേണ്ട വാഹനങ്ങൾ കേച്ചേരി, വടക്കാഞ്ചേരി റോഡ് വഴി തലക്കോട്ടുകര, തണ്ടിലം, പാത്രമംഗലം, പാഴിയോട്ടുമുറി ജംഗ്ഷൻ, വെള്ളറക്കാട്, പന്നിത്തടം, അക്കിക്കാവ് സിഗ്നൽ, പെരുമ്പിലാവ് വഴി പോകണം. കോഴിക്കോട് നിന്നും തൃശൂർ, പാലക്കാട് പോകേണ്ട വാഹനങ്ങൾ പെരുമ്പിലാവ്, അക്കിക്കാവ് സിഗ്നൽ, പന്നിത്തടം, വെള്ളറക്കാട്, പാഴിയോട്ടുമുറി ജംഗ്ഷൻ, പാത്രമംഗലം, തണ്ടിലം, തലക്കോട്ടുകര, വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ്, കൈപ്രമ്പ് വഴി പോകേണ്ടതാണ്. ഗുരുവായൂരിൽ നിന്നും കോഴിക്കോട്, പാലക്കാട്ടേക്ക് പോകേണ്ട വാഹനങ്ങൾ ഗുരുവായൂർ, മമ്മിയൂർ, കോട്ടപ്പടി ഗേൾസ് സ്കൂൾ, ചിറ്റഞ്ഞൂർ, ചെറുവത്താനി റോഡ് ജംഗ്ഷൻ, ചെറുവത്താനി, വട്ടംപാടം, പെങ്ങാമുക്ക്, ചിറയ്ക്കൽ, പഴഞ്ഞി കപ്പേള, പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ട്, അയ്നൂർ, കരിക്കാട്, അക്കിക്കാവ് സെന്റർ വഴി പോകേണ്ടതാണ്. തൃശൂരിൽ നിന്നും കുന്നംകുളത്തേക്ക് പോകേണ്ട ബസ്സുകൾ കേച്ചേരി ബസ് സ്റ്റാൻഡിലും, ചാവക്കാട് നിന്ന് കുന്നംകുളത്തേക്ക് പോകേണ്ട ബസ്സുകൾ മമ്മിയൂർ, കോട്ടപ്പടി വഴി ഗേൾസ് സ്കൂൾ പരിസരത്തും, പുത്തൻപള്ളിയിൽ നിന്നും കുന്നംകുളത്തേക്ക് വരുന്ന ബസ്സുകൾ പുത്തൻപള്ളി, ആൽത്തറ, വടക്കേക്കാട് വഴി അഞ്ഞൂരിലും, വടക്കാഞ്ചേരിയിൽ നിന്നും കുന്നംകുളത്തേക്ക് പോകുന്ന ബസ്സുകൾ എരുമപ്പെട്ടി വഴി പന്നിത്തടം എന്നീ സ്ഥലങ്ങളിലും പ്രവേശിച്ച് തിരിച്ചു പോകണം. കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ചെറുവത്താണി ഗ്രൗണ്ടിന് എതിർവശത്തും, പാറേമ്പാടം ഗ്രൗണ്ടിലും, പാർക്ക് റെസിഡൻസി ബാർ, ചൊവ്വന്നൂർ റോഡ് ഇടതുവശത്തുള്ള പാടം എന്നിവിടങ്ങളിലും, വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ലോട്ടസ് പാലസ്, മലങ്കര നഴ്സിംഗ് സ്കൂൾ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലും, തൃശൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ സീനിയർ ഗ്രൗണ്ട്, മലങ്കര നഴ്സിംഗ് സ്കൂൾ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലും, ഗുരുവായൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം, ഗേൾസ് ഹൈസ്കൂളിന് സമീപമുള്ള ഗ്രൗണ്ട് തുടങ്ങിയ ഇടങ്ങളിലും പാർക്ക് ചെയ്യണം. CCTV ന്യൂസ്, കുന്നംകുളം. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ വാടാനാംകുറിശി റെയിൽവേ ഗേറ്റിൽ സ്ഥാപിച്ച ഹൈറ്റ് ഗേജ് ചരക്ക് ലോറി ഇടിച്ച് തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. പാതയിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു. വാടാനാംകുറിശി റെയിൽവേ ഗേറ്റിൽ വലിയ ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് സ്ഥാപിച്ച ഹൈറ്റ് ഗേജാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത്. ചരക്ക് ലോറി ഇടിച്ചായിരുന്നു ഇത് തകർന്നു വീണത്. ഇതേ തുടർന്ന് പാതയിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു. ആളപായമൊന്നും ഉണ്ടായില്ല. സംഭവത്തെ തുടർന്ന് പോലീസും ഷൊർണൂർ റെയിൽവേ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ആഴ്ചകൾക്ക് മുമ്പാണ് ഷൊർണൂർ നിലമ്പൂർ പാതയിലെ വൈദ്യുതീകരണം പൂർത്തിയായതോടെ വാടാനാംകുറിശി റെയിൽവേ ഗേറ്റ് ഉൾപ്പെടെ ഈ പാതയിലുള്ള റെയിൽവേ ഗേറ്റുകളിൽ ഹൈറ്റ് ഗേജുകൾ സ്ഥാപിച്ചത്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉയർന്ന വൈദ്യുതി പ്രയോഗിക്കുന്ന ലൈനിൽ തട്ടി അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് വലിയ വാഹനങ്ങളുടെ സഞ്ചാരം റെയിൽവേ നിയന്ത്രിക്കുവാൻ വേണ്ടി ഹൈറ്റ് ഗേജുകൾ സ്ഥാപിച്ചത്. 4.78 മീറ്റർ ഉയരത്തിലാണ് ഹൈറ്റ് ഗേജുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ അളവിൽ കൂടുതൽ ഉയരത്തിലുള്ള വാഹനങ്ങൾക്ക് ഇതിലൂടെ കടന്നു പോകുവാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു. ഇത് മനസ്സിലാക്കാതെ വന്ന ചരക്ക് ലോറിയാണ് ഹൈറ്റ് ഗേജിൽ ഇടിച്ച് അപകടമുണ്ടാക്കിയത്. പടിഞ്ഞാറങ്ങാടി കൂനമൂച്ചിയിൽ നിയന്ത്രണം വിട്ട കാർ വീടിന്റെ മതിൽ ഇടിച്ചു തകർത്തു. അപകടത്തിൽ മലപ്പുറം സ്വദേശികളായ 2 പേർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. എടപ്പാൾ ഭാഗത്തു നിന്നും കൂനമൂച്ചി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ വീടിന്റെ മതിലും കാറിന്റെ മുൻവശവും പൂർണ്ണമായി തകർന്നു. പരിക്കേറ്റ കാർ യാത്രക്കാരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പിയിൽ ലോറി ഇടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നത് പുനഃസ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസമാണ് ചരക്ക് ലോറി പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് പട്ടാമ്പി പഴയ മാർക്കറ്റ് റോഡ് ജംഗ്ഷന് സമീപം ചരക്ക് ലോറി ആംബുലൻസിന് വശം കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായത്. ആളപായമുണ്ടായില്ല. അതേസമയം ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് തകർന്നു വീണു. വൈദ്യുതി ബന്ധവും താറുമാറായി. തുടർന്ന് ടൗണിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. വൈകുന്നേരമായിരുന്നു സംഭവം. തുടർന്ന് ശനിയാഴ്ച ഉച്ചയോടെയാണ് തകർന്ന പോസ്റ്റ് പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായത്. ശനിയാഴ്ചയും ടൗൺ ഗതാഗതക്കുരുക്കിൽ തന്നെയായിരുന്നു. മതത്തിന്റെ പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നതെന്ന് മുൻ മന്ത്രി KT ജലീൽ MLA. പട്ടാമ്പി പരുതൂരിൽ LDF പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു KT ജലീൽ. മുസ്ലിം ഒഴികെ എല്ലാവർക്കും ഇന്ത്യ പൗരത്വം നൽകും, മുസ്ലിങ്ങൾക്ക് മാത്രം പൗരത്വം നൽകില്ല എന്ന പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് പാസാക്കപ്പെട്ടു. അത് നിലവിൽ പൗരത്വത്തിൽ ഉണ്ടായിരുന്ന നിയമത്തിന്റെ അടിസ്ഥാന
മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ്. ലോകത്തൊരിടത്തും മതം പൗരത്വത്തിന്റെ മാനദണ്ഡമായി സ്വീകരിക്കുന്നില്ല. പാകിസ്ഥാനിലാണെങ്കിൽ പോലും മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് അങ്ങനെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ബിജെപിക്കോ RSSനോ കഴിയില്ല. പലരും വിചാരിക്കുന്നത് ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമായ ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല കാര്യമാകുന്നു എന്നാണ്. പാലത്തൂർ മുക്കിലെപ്പീടിയയിലാണ് പൊന്നാനി പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം LDF പൊതുയോഗം സംഘടിപ്പിച്ചത്. EP കുഞ്ഞൻ അധ്യക്ഷനായി. P സുധീർ, PK ചെല്ലുക്കുട്ടി, MK പ്രദീപ്, T സുധാകരൻ, ET ഹൈദ്രോസ്, CK മാടമ്പി, PP സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. വേനൽ ചൂടിന് ആശ്വാസമേകി വേനൽ മഴയും. കഴിഞ്ഞ ദിവസം രാത്രി ജില്ലയിൽ പരക്കെ മഴ ലഭിച്ചു. കാറ്റും ഇടിമിന്നലും മഴയ്ക്ക് അകമ്പടിയേകി. അതേസമയം ഈ മാസം 16 വരെ താപനില ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ചൂടിന് ആശ്വാസമേകിയാണ് കഴിഞ്ഞ ദിവസം രാത്രി വേനൽ മഴ എത്തിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ മഴ ലഭിച്ചു. പാലക്കാട്, മലപ്പുറം ജില്ലകളിലും മഴയുണ്ടായി. കാറ്റും ഇടിമിന്നലും മഴയ്ക്ക് അകമ്പടിയേകി. ജില്ലയിൽ ചൂട് 42 ഡിഗ്രിക്ക് മുകളിൽ എത്തി നിൽക്കുന്ന വേളയിൽ കൂടിയായിരുന്നു വേനൽ മഴയുടെ വരവ്. പട്ടാമ്പി താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴ ലഭിച്ചു. അതേസമയം ഈ മാസം 16 വരെ താപനില ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത്. ശക്തമായ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നൽകുന്നു. മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന 1 മാസം നീണ്ടുനിൽക്കുന്ന അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ ചാലിശ്ശേരി അൻസാരി കൺവെൻഷൻ സെന്ററിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാത്രി 8:30 ക്ഷേത്ര മൈതാനത്ത് ചാലിശ്ശേരി കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ 100 പേർ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിരക്കളിക്ക് ശേഷം സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റും മുൻ ദേശീയ താരവുമായ U ഷറഫലി മത്സരം ഉദ്ഘാടനം ചെയ്യും. ഫുഡ്ബുക്ക് റെസ്റ്റോറന്റ് പെരുമ്പിലാവ് നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും ഇസ ഗോൾഡൻ ഡയമണ്ട് കുട്ടനാട് നൽകുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടി നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ KMG മാവൂരും ശാസ്ത്ര മെഡിക്കൽസ് തൃശൂരും തമ്മിൽ ഏറ്റുമുട്ടും. കായികരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ആരവം 2024 എന്ന പേരിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കായികരംഗത്തെ വളർച്ചയ്ക്കും വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. 10 നിരകളിലായി ഒരേ സമയം 7500 പേർക്ക് ഇരുന്ന് കാണാനാവുന്ന ഇരുമ്പ് പൈപ്പ് കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക ഗാലറിയാണ് മത്സരത്തിനായി മുലയമ്പറമ്പത്ത് പൂരമൈതാനിയിൽ ഒരുക്കിയിട്ടുള്ളത്. വിദേശ താരങ്ങൾ ഉൾപ്പെടെ സംസ്ഥാന ദേശീയ താരങ്ങൾ പങ്കെടുക്കുന്ന അഖിലേന്ത്യാ തലത്തിലുള്ള പ്രമുഖരായ 26 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കളി കാണുവാൻ സ്ത്രീകൾക്കായി ഗാലറിയിൽ പ്രത്യേക ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. 2 ആംബുലൻസും ഡോക്ടർമാർ ഉൾപ്പെടുന്ന മെഡിക്കൽ ടീമും മൈതാനത്തുണ്ടാകും. കൂടാതെ 1 കോടി രൂപയ്ക്ക് ടൂർണമെന്റ് ഇൻഷുറൻസും ചെയ്തിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു.
സംഘാടക സമിതി ചെയർമാൻ വി ബാലകൃഷ്ണൻ, കൺവീനർ എം അഹമ്മദുണ്ണി, കോർഡിനേറ്റർമാരായ ടി സുനിൽകുമാർ, ഗോപിനാഥ് പാലഞ്ചേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്. ചാലിശ്ശേരി ക്ഷീരോത്പാദക സഹകരണ സംഘം ക്ഷീരകർഷകർക്ക് വേനൽക്കാല ആശ്വാസ വിതരണം നടത്തി. മിൽമയും ക്ഷീരസംഘവും ചേർന്ന് പാലിന് അധിക വിലയായി നൽകുന്ന തുകയുടെ വിതരണത്തിന്റെയും റിവോൾവിംഗ് ഫണ്ടിന്റെയും വിതരണ ഉദ്ഘാടനം പട്ടാമ്പി P&I സൂപ്പർവൈസർ ഹെഡ് ഊർമിള നിർവഹിച്ചു. ക്ഷീര കർഷകരുടെ ഉന്നമനത്തിനായി മിൽമ ബോർഡും സർക്കാരും നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്നും പാലിന്റെ സ്വയം പര്യാപ്തതയാണ് ഇത്തരത്തിലുള്ള സഹായങ്ങളിലൂടെ ബോർഡും സർക്കാരും ലക്ഷ്യമിടുന്നതെന്നും അവർ പറഞ്ഞു. യോഗത്തിൽ ചാലിശ്ശേരി ക്ഷീരോത്പാദക സംഘം പ്രസിഡന്റ് PB സുനിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷീരസംഘം സൂപ്പർവൈസർ രേഷ്മ, ഡയറക്ടർ ബോർഡ് മെമ്പർ ബാബുരാജ്, സംഘം സെക്രട്ടറി KS ഷിബിൻ, KP ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. പല സംഘങ്ങളിലും കാര്യങ്ങൾ കർഷകരിലേക്ക് എത്തിക്കാനും നമ്മൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കൂടി കൃത്യമായിട്ട് എത്തിക്കാൻ പ്രയാസം അനുഭവിക്കുന്ന കുറേയേറെ സംഘടനകളുണ്ട്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ചാലിശ്ശേരി സംഘത്തെക്കുറിച്ച് പറയുന്നത് അഭിമാനിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് കാര്യം എവിടെന്ന് കിട്ടിയാലും അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നവമാധ്യമ കാഴ്ച. സാഹസികത കാണിക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് അത് വല്ലാത്ത ത്രില്ലാണ്. എന്നാൽ വേണ്ടത്ര മുൻകരുതലോ പ്രാക്ടീസോ ഇല്ലാതെ ഇത്തരം പ്രകടനങ്ങൾ നടത്താൻ പോയാൽ വരുന്നതെന്തും ഇരു കൈ നീട്ടി സ്വീകരിക്കേണ്ടിയും വരും. തൈക്കാട് നിന്ന് അസ്മയിൽ നൽകിയ ദൃശ്യം. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.